കണ്ടിച്ച് പീസാക്കിയോണ്ട് അതിൻ്റെ നെയ്യുണ്ടോ നല്ല ഇതിൻ്റെ നെയ്യ് കഴുത്തുണ്ടോ അതാണ് കഴുത്തുണ്ടോ വലിപ്പമുണ്ടോ വരിയുടെ ഒക്കെ വലിപ്പമുണ്ടോ തലയിലേക്ക് ഇട്ടിട്ടുണ്ടേ ഇതുണ്ടല്ലേ അത് നമ്മൾ എല്ലുള്ള പീസാണ് മേടിച്ചത് എല്ല് ബിരിയാണിക്കാന്ന് പറഞ്ഞപ്പോൾ എല്ലുള്ള പീസാണ് അവർ കട്ട് ചെയ്ത് തന്നേക്കുന്നത് നല്ല പഞ്ഞി പോലെ വന്നിട്ടുണ്ട് ടൈസും നമ്മുടെ ഒട്ടവും കൂടെ നമ്മളിപ്പോൾ അബുദാബിയിൽ ഒരു മാർക്കറ്റിനകത്താണ് ഇവിടെ എല്ലാവിധ ഇറച്ചികളും കിട്ടും ക്യാമൽ മീറ്റ് തപ്പിയാണ് നമ്മളിവിടെ വന്നത് ഇവിടെ ബീഫ് പാകിസ്ഥാനി ബീഫ് കിട്ടും നമ്മുടെ നാടൻ ബീഫ് കിട്ടും ചിക്കൻ കിട്ടും പിന്നെ മട്ടൺ ഒരുപാട് വെറൈറ്റി മട്ടൺ ഇവിടെ അവൈലബിൾ ആണ് നമ്മൾ ഇവിടെ ഒട്ടകത്തിൻ്റെ ഇറച്ചി കിട്ടുമെന്ന് നമുക്കറിയാം ഈ UAE ഒട്ടകത്തിൻ്റെ ഇറച്ചി കിട്ടുമെന്നറിയാം അപ്പോൾ നമ്മളിങ്ങനെ തപ്പി നടന്നതാണ് അപ്പോൾ കുറേ സ്റ്റാളുകളിൽ പോയി തപ്പിയുള്ള യാത്രയാണ് ഇവിടെ ഇങ്ങനെ ഒരു മീറ്റ് മാർട്ട് കണ്ടു കയറി നോക്കാവുണ്ടോന്ന് ഇവിടെ ഫിഷുണ്ട് ചിക്കന് ഫ്രഷ് മട്ടൺ ബീഫ് നല്ല പോത്തിറച്ചി അബുദാബിയിൽ കിടുക്കം പോത്തിറച്ചി മലയാളത്തിൽ ഫ്രഷ് പോത്തിറച്ചി ഇവിടെ കിട്ടും പോത്ത് നാട് സ്ട്രീറ്റിൽ മറിയം ബുച്ചറി എന്ന് പറഞ്ഞ കടയുണ്ട് ഇവിടെ എഴുതിയിട്ടുണ്ട് ക്യാമൽ മീറ്റ് കേട്ടോ അങ്ങനെ ഒടുവിൽ നമ്മളത് കണ്ടുപിടിച്ചു കേട്ടോ ക്യാമൽ മീറ്റ് കിട്ടുന്നതാണ് ഇവിടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഇവരുടെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കാം നമുക്ക് അകത്തോട്ട് കയറിയിട്ട് ഇതിൻ്റെ വിലയും കാര്യങ്ങളും ഇതെങ്ങനെയാണ് ഈ ഇറച്ചി നമ്മൾ ആദ്യമായിട്ടാണ് ക്യാമൽ മീറ്റ് കാണാൻ പോകുന്നത് കേട്ടോ നമുക്ക് നേരെ കടയ്ക്കകത്തോട്ട് പോകാം ഫുൾ ക്യാമൽ എല്ലാം ക്യാമൽ പല രീതിയിലുള്ളതുണ്ട് മൂക്ക ഇറച്ചിയുണ്ട് ഇള ഇറച്ചിയുണ്ട് നമുക്കെന്തായാലും അതിന് വിലയും കാര്യങ്ങളും കുറച്ച് ബിരിയാണി വെക്കാൻ വേണം കുറച്ചൊക്കെ നാട്ടിൽ പറ്റുമെങ്കിൽ നാട്ടിൽ കൊണ്ടുപോകാമോ എന്നുള്ളതിൻ്റെ റൂൾസ് പഠിച്ചിട്ട് നമുക്ക് നാട്ടിൽ കൊണ്ടുപോകാൻ കുറച്ച് ഇവിടെ ഫ്രണ്ട്സിനൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്ക് കുറച്ച് ഇറച്ചി കൊണ്ടു കൊടുക്കാം അപ്പം നമുക്ക് വിലയും കാര്യങ്ങളൊക്കെ ചോദിക്കാം വാലിന്റെ ഭാഗമാണ് ഒരുപാട് സാധനങ്ങളുണ്ട് പല രീതിയിലുള്ള ഇതാണ് കഴുത്ത് ഒട്ടകത്തിന്റെ കഴുത്ത് പിന്നെ വാരി വാരി സൂപ്പർ വാരി ഇതാണ് കഴുത്ത് കണ്ടോ ഇതാണ് കഴുത്ത് കണ്ടോ വലിപ്പമുണ്ടോ വരിയുടെ ഒക്കെ വലിപ്പമുണ്ടോ ഒരു ഒട്ടകത്തിനെ കട്ട് ചെയ്ത് ഫുള്ള് മീറ്റാണ് ലൈവ് സാധനമാണ് വളരെ വൃത്തിയാണ് അതുണ്ടോ ഇതാണ് കാണേണ്ടതുണ്ടല്ലേ ഇത് അതിൻ്റെ വാരി സൈഡാണ് അത് കാണുമ്പോൾ അറിയാം അതുകൊണ്ട് അതിൻ്റെ വയറ് വലുപ്പത്തിലാണ് അല്ല നീറ്റായിട്ട് അവർ സൂക്ഷിച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാം നല്ല പ്രത്യേകത ഒട്ടകത്തിൻ്റെ ലിവർ കേട്ടോ ഒട്ടകത്തിൻ്റെ ലിവർ എല്ലാം അവർ ഒരു ക്ലോത്ത് ഇട്ട് മൂടിയിട്ടിരിക്കുക കേട്ടോ ഇത് ഇറച്ചിയാണ് പൊടി ഇറച്ചിയാട്ടോ ഇതിൻ്റെ ഒട്ടകത്തിൻ്റെ കുറവ് ഭാഗമാണ് നോക്കല്ലേ ഭയങ്കര വലിപ്പമുള്ള ഒട്ടകമാണ് കട്ട് ചെയ്ത് പീസാക്കേണ്ട മൂക്ക് കുറഞ്ഞ് നോക്കി ഒരു 5 കിലോ മേടിക്കുന്നുണ്ട് നാട്ടിലും കൊണ്ടുപോകണം ബോൺലെസ് ഉണ്ടോ ഇത് ബേബി ക്യാമലിൻ്റെ ആണ് വലിയ പ്രായമില്ലാത്തതാണ് പിന്നെ ഇതാകുമ്പോൾ നല്ല സോഫ്റ്റ് ആണ് നമ്മൾ അപ്പുറത്തൊരു കട കയറി ഒരു സ്ഥലത്തുണ്ടായിരുന്നു അത് ഭയങ്കര ഹാർഡ് ഇതായിരുന്നു കേട്ടോ ഇത് നല്ല ബേബി ക്യാമലിൻ്റെ ആണ് ഇത് ഇച്ചിരി എല്ലുള്ള ഇറച്ചി ഇത് ബിരിയാണിക്ക് വേണ്ടി നമ്മൾ 1 കിലോ എടുത്താണ് total 5 kg. Total 5 kg is the 4 kg. Without bone, 1 kg is the bone. Yeah. Biryani. Okay. അപ്പോൾ നമ്മൾ 4 കിലോ എല്ലില്ലാത്തതും 1 കിലോ ബിരിയാണി വെക്കാൻ എല്ലാം കൂട്ടി മേടിക്കുന്നത് കണ്ടിച്ച് പീസാക്കിയോണ്ട് അതിൻ്റെ നെയ്യ് ഉണ്ടോ നല്ല ഇതിൻ്റെ നെയ്യ് ഇത്
ഇതിൻ്റെ വില വരുന്നത് ചെറിയ ഒട്ടകത്തിൻ്റെ ആണെന്നുണ്ടെങ്കിൽ 40 ദിർഹംസും, പിന്നെ ഇവിടെ മൂപ്പ് കുറഞ്ഞ ഒട്ടകമുണ്ട് കേട്ടോ. അതുകൊണ്ടോ ഇതാണെങ്കിൽ 50 ദിർഹംസാണ് പറയുന്നത്. 50 എന്ന് പറയുന്നത് നമ്മുടെ 1250 അല്ലേ, 1200 രൂപയോളം കിലോയ്ക്ക് വരുന്നുണ്ട്. ബിരിയാണിക്കുള്ള സാധനം ഇവിടെ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. സ്മോൾ ഡബിൾ ഓക്കെ, ഗുഡ്. നമ്മുടെ ബിരിയാണി കട്ട് റെഡി ആയിട്ടുണ്ട്. നെയ്യ് നമ്മളിവിടെ ലൈവ് വന്ന് മേടിച്ചാലേ ഉള്ളൂ ഇതൊക്കെ കിട്ടത്തുള്ളൂ കേട്ടോ. നെയ്യ് ഇപ്പോൾ അവർ കട്ട് ചെയ്തിടുന്നുണ്ട്. صغير صح؟ لمن صغير. اي شيء زين؟ استهلكنا. زين. അപ്പോൾ നമ്മുടെ ടോട്ടൽ 5 കിലോ മേടിച്ചിട്ടുണ്ട്. 245 അപ്പോൾ ഇന്ത്യൻ മണി എന്ന് പറയുമ്പോഴത്തേക്കകത്തും ഏകദേശം ഒരു 6500-7000 രൂപ ആയിട്ടുള്ളൂ. എന്നാലും വേണ്ടില്ല, നമുക്ക് തിന്നാനുള്ള വലിയ ആഗ്രഹമായിരുന്നു. അപ്പോൾ ഓക്കെ ബൈ. നമ്മൾ ദുബായ് യാത്രയൊക്കെ കഴിഞ്ഞ് നമ്മുടെ വീട്ടിൽ മടങ്ങിയെത്തിയിരിക്കുകയാണ്. അപ്പോൾ അവിടുന്ന് മേടിച്ച ഒട്ടകം നിങ്ങളെ കാണിച്ചായിരുന്നു. അവിടുന്ന് മേടിച്ച ഒട്ടകമാണ് അത്. നമ്മൾ അവിടുന്ന് നേരെ ഒന്ന് പുഴുങ്ങി എന്ന് പറഞ്ഞാൽ കുക്കറിലിട്ട് ജസ്റ്റ് ഒരു ബിസിലടിച്ചിട്ട് ഒരു ഹാഫ് വേവ് പോലും ആയിട്ടില്ല, നല്ല മൂപ്പുണ്ട് ഇതിന്. അപ്പം ഒന്ന് പുഴുങ്ങിയിട്ട് നമ്മളിതുപോലെ അവിടുന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് നേരെ കയറ്റിയതാണ്. അത് നമ്മളിവിടെ വന്ന ഉടനെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇന്നിപ്പോൾ 2 ദിവസം നമ്മൾ ക്ഷീണമൊക്കെ മാറിപ്പോൾ എടുത്ത് ഇതുകൊണ്ട് നമുക്കൊരു ഉഗ്രം ബിരിയാണി ഉണ്ടാക്കാം കേട്ടോ. അപ്പം ഇത് നേരെ മസാലയൊക്കെ അടിച്ച് നേരെ നമുക്ക് ബിരിയാണിയിലേക്ക് കിടക്കാം. നമ്മൾ വീണ്ടും ഒട്ടകത്തിനെ ഒരു 3-4 ബിസിലും കൂടെ കുക്കറിൽ വെച്ച് അടുപ്പിച്ചിട്ട് മസാലയിലേക്ക് ഇട്ടിട്ടുണ്ടേ. ഇതുണ്ടല്ലേ, നമ്മൾ എല്ലുള്ള പീസാണ് മേടിച്ചത്. ബിരിയാണിക്കാന്ന് പറഞ്ഞപ്പോൾ എല്ലുള്ള പീസാണ് അവർ കട്ട് ചെയ്ത് തന്നേക്കുന്നത്. എല്ലാം ഇതല്ലേ, എല്ലാം എല്ലുള്ള പീസാണ്. ഇപ്പോൾ നല്ലതായിട്ട് വെന്ത എല്ലേന്നൊക്കെ ഇറച്ചി വിടാനുള്ള പരുവമായിട്ടുണ്ട്. നമ്മളിപ്പം ബിരിയാണി മസാല അടിക്കുന്ന കാണിക്കാത്തതെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് ഫിഷ് ബിരിയാണിയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ് മസാല അടിക്കുന്ന കാണിക്കാത്തത്. ഇപ്പം ഏകദേശം മസാല റെഡി ആയിട്ടുണ്ട്. ഇനി അരിയും കൂടെ ഒന്ന് വേവിച്ചിട്ട് ദമ്മിട്ട് നിങ്ങളെ കാണിക്കാം കേട്ടോ. അപ്പം ഇങ്ങനെ ആർക്ക് വേണമെങ്കിലും ഇതുപോലെ ഫ്രോസൺ ചെയ്ത് കൊണ്ടുവരാൻ കേട്ടോ. ഇവിടെ നാട്ടിൽ സുഹൃത്തുക്കൾക്ക് ഇവിടെ കുറച്ച് ഇറച്ചി എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് 1-2 സുഹൃത്തുക്കൾക്ക് കൊടുക്കാനുണ്ട്. എല്ലാവർക്കും 2 പീസ് നമുക്ക് കൊടുക്കാം. ഇന്നിപ്പം അനിയനൊക്കെ വന്നപ്പോഴത്തേനും നമുക്ക് ആർക്കെങ്കിലും കൊടുക്കണമല്ലോ. അതാണ് നമ്മുടെ നമ്മൾ അവിടെ നിന്ന് കഴിച്ചിട്ടാണ് വന്നത്. അപ്പം എന്നാൽ നമ്മൾ നേരെ ഒട്ടക ബിരിയാണി ആക്കിയേക്കാന്ന് വെച്ചാൽ അവർക്ക് സസ്പെൻസ് ആയിട്ട്. അപ്പോൾ അവർ ഉടനെ എത്തും. അന്നേരം നമുക്കിത് ബാക്കി കാര്യങ്ങൾ റെഡിയാക്കാം. റൈസ് റെഡി ആയിട്ടുണ്ട്. റൈസിനകത്ത് നമ്മൾ ഈ പ്രാവശ്യം വെറൈറ്റി ആയിട്ട് ക്യാരറ്റും ബീൻസും കുറച്ച് പൈനാപ്പിൾ വെള്ളത്തിലിട്ടായിരുന്നു കേട്ടോ. അത് ഇട്ട് വെന്തുകൊണ്ട് അതിനൊരു കളറുണ്ടോ. നേരെ നമ്മുടെ മസാല അവിടെ ഉണ്ട്. മസാലയിലേക്ക് ഫില്ല് ചെയ്യുവാണേ. നേരെ ഒരു ലെയർ ഇട്ട് കൊടുക്കാം. കറക്റ്റ് വേവാണ്. നമ്മളെടുത്തേക്കുന്ന ഇന്ത്യ ഗേറ്റിൻ്റെ ബസുമതി റൈസാണ്. നല്ല ആദ്യമേ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ചോറിൻ്റെ മുകളിൽ നിന്ന് മാറ്റിയിട്ട് അടിയിൽ കിടക്കുന്നത് കുറച്ച് ഓവർ വേവായിരിക്കും. അത് വേണം നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കാം. എന്താ നല്ല സവോള ഉണ്ടത്. ശകലം സവോള വറുത്ത് അതിൻ്റെ കൂടെ ഇടണേ. സവാള വറക്കുന്നതാണ് നമ്മുടെ കറിയുടെ ബിരിയാണിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ വറുത്ത സവാള കുറച്ച് നമ്മുടെ ഒട്ടകത്തിനകത്ത് ചേർത്തിട്ടുണ്ട്. ഇതിപ്പം ജസ്റ്റ് ഒന്ന് അലങ്കരിക്കാൻ മാത്രമാണ്. നന്നായിട്ട് മൂത്തിട്ടുണ്ടേ. നമ്മുടെ അണ്ടിപ്പരിപ്പ് നന്നായിട്ട് മൂത്തിട്ടുണ്ടേ. പിന്നെ അല്പം കിസ്മിസും ഇട്ട് കൊടുക്കാം. ഇതിനകത്തോട്ട് തന്നെ ഇട്ടാണ് കേട്ടോ. എല്ലാവരും കാണിക്കുന്ന കാണാം വേറെ ആയിട്ട് ഇത്തിരി വെള്ളമുണ്ട്. നമ്മൾ കഴുകിയെടുത്തതിൻ്റെ ഒരു വെള്ളത്തിൻ്റെ ഇതുണ്ട്. അണ്ടിപ്പരിപ്പ് ഏകദേശം മൂത്ത് കഴിയുമ്പം കിസ്മിസ് ഇട്ടാൽ മതി കേട്ടോ. അല്ല സെപ്പറേറ്റ് വറുത്ത് കൂരേണ്ട ആവശ്യമൊന്നുമില്ല. അത് കാരണം പെട്ടെന്ന് വെന്ത് വരും കേട്ടോ. ഞാൻ നന്നായിട്ട് മൂത്തുണ്ടേ. ജസ്റ്റ് തീ നിർത്തി കൊടുക്കുവാണ്. എൻ്റെ കരി ഒരു ലെയർ റൈസ് ഇട്ടിട്ടുണ്ടേ. അതിൻ്റെ മുകളിലേക്ക് വറുത്ത സവാള, അണ്ടിപ്പരിപ്പ്, കിസ്മിസ് ഇട്ട് കൊടുക്കുന്നു. പിന്നെ മല്ലിയില, പുതിനയില ഒന്ന് തൂളി കൊടുക്കുവാണ്. ഒരു കുറച്ച് പൈനാപ്പിൾ, ഒരു ചെറിയ നമ്മൾ ആ വെള്ളത്തിനകത്ത് ശാലം ഇട്ടായിരുന്നു. ചെറിയൊരു ഫ്ലേവർ, പൈനാപ്പിളിൻ്റെ ഒറിജിനൽ ഫ്ലേവർ. നമ്മൾ വേറെ കെമിക്കലൊന്നുമില്ല, ഇല്ല ലൈവ്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് വീണ്ടും റൈസ് ഫില്ല് ചെയ്യാം നമുക്ക്.
ഒരു ശകലം സാഫ്രോൺ ഇടാവേ. ചെറു ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. സാഫ്രോൺ മിക്സ് ചെയ്തെടുക്കുക. അതിനൊരു റൈസിന് കളർ വരാൻ വേണ്ടി ഇതിൻ്റെ ഒരു ഫ്ലേവർ വരുവേ. നമ്മൾ ആ സാഫ്രോൺ ഇട്ടപ്പോൾ എല്ലാവരും ഓർക്കും റെഡ് കളറാണ് വരുന്നത്. അങ്ങനെയല്ല കേട്ടോ. ഉണ്ടോ, സാഫ്രോൺ നല്ല ചൂടുവെള്ളത്തിൽ കലർന്ന് നല്ല മെൽറ്റായിട്ട് നല്ല യെല്ലോ ഷെയ്ഡ് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നേരെ നമ്മൾ റൈസിലേക്ക് ഒരു ഡിസൈൻ ചെയ്ത് അങ്ങോട്ട് ഒഴിക്കുക കേട്ടോ. ആ റൈസിന് പല കളറിൽ വരും. അത് നമ്മൾ കെമിക്കൽ സാധാരണ ഹോട്ടലുകളിലൊക്കെ അതിൻ്റെ കളറാണ് ഒഴിക്കുന്നത്. ഇത് ഫുഡ് കളറല്ല, നമ്മൾ ലൈവ് ചേർക്കുകയാണ്. അതിനകത്തേക്ക് നമുക്ക് ബാക്കി വന്ന അണ്ടിപ്പരിപ്പും കിസ്മിസും ഇടുന്നു. നമ്മുടെ ദമ്മെല്ലാം ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ ആ അണ്ടിപ്പരിപ്പൊക്കെ വറുത്ത നെയ്യുണ്ടല്ലോ, ആ നെയ്യ് നമ്മൾ അധികം നെയ്യ് ഉപയോഗിക്കുന്നില്ല കേട്ടോ, കുറച്ച് നെയ്യ് മാത്രം. അത് മുകളിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുവാണേ. അപ്പോൾ റൈസിനൊക്കെ ആ അണ്ടിപ്പരിപ്പിൻ്റെയും ആ സവോളയൊക്കെ വറുത്ത നെയ്യാണ്, നല്ലൊരു ഫ്ലേവർ കിട്ടും. എന്നിട്ട് ഇവനെ നമ്മൾ നേരെ ഇതുപോലൊരു പാത്രം വെച്ച്, ചോറ് കൂടുതലായതുകൊണ്ട് ഇഡ്ഡലി കൂട്ടാതിൻ്റെ ഒരു തട്ടാണ് കേട്ടോ, അങ്ങനെ വിട്ടിരുന്ന് കറക്റ്റ് ദമ്മായിക്കോളും ഇരിക്കുന്നു. നമ്മൾ നേരെ ഇത് മാറ്റിയിട്ട് നമ്മൾ ദോശക്കല്ല് വെച്ചിട്ടുണ്ട്. ദോശക്കല്ല് വെക്കുന്നതെന്ന് വെച്ചാൽ ഡയറക്റ്റ് ഫ്ലെയിം അടിക്കാത്തതുകൊണ്ട് നമ്മൾ അടി പിടിക്കത്തില്ല, കരിഞ്ഞ് പിടിക്കുകയൊന്നുമില്ല. അപ്പോൾ അതേ വെച്ചിട്ട് നമ്മൾ നേരെ ദമ്മിന് നേരെ കയറ്റും കേട്ടോ ദോശക്കല്ലിലേക്ക്. പിന്നെ ഒരു 15 മിനിറ്റ് നമ്മളിത് ഫ്ലെയിം കുറച്ച് ലോ ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് ബിരിയാണി റെഡി. ഇനിയിപ്പോൾ കഴിക്കാൻ നേരത്ത് കാണിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ദമ്മ് പൊട്ടിക്കൽ ചടങ്ങ് നടക്കുവാണ്. അനിയൻ വന്നിട്ടുണ്ട്, അതുകൊണ്ട് നമ്മുടെ മകനുണ്ട്. ശ്രീകുട്ടൻ എന്തിയേ? ശ്രീകുട്ടനുണ്ട്. ഒട്ടക ഇറച്ചി കഴിക്കാൻ വേണ്ടി ഇവിടെ വന്നതാണ് കേട്ടോ. ഒട്ടക ബിരിയാണി കഴിക്കാൻ വേണ്ടി ലീവിന് വന്നായിരുന്നു. ലീവിന് വന്നപ്പം നമ്മൾ ദുബായിക്ക് പോയി. അപ്പം ഒരു ഓപ്ഷനിൽ സാധനം കിട്ടി. അപ്പോൾ ഇത് വെച്ചിരുന്നു, ഇവർക്ക് വേണ്ടി നമ്മളത് റെഡിയാക്കി. അപ്പോൾ നമുക്കൊരു പ്ലേറ്റ് ഒന്ന് സെർവ് ചെയ്യാവേ. ഇതിപ്പോൾ ഇച്ചിരി ടാസ്ക്കാണ്, കാരണം വെച്ചാൽ ചെറിയ പാത്രമായിരുന്നേ. അകത്തേക്ക് ഒത്തിരി റൈസ് കയറിയിട്ടുണ്ട്. അപ്പം നമുക്കൊരു സൈഡിൽ നിന്ന് ഒരു ശകല റൈസ് എടുത്ത് അങ്ങ് മാറ്റാം കേട്ടോ. ഇതുകൊണ്ട് ആ കുങ്കുമപ്പൂവിൻ്റെ ആ ഫ്ലേവർ വന്നതുണ്ടോ, നമുക്കൊന്ന് സ്മെല്ല് ചെയ്ത് നോക്കാം കേട്ടോ എങ്ങനെയാണെന്ന്. കാരണം ഈ ഫുഡെന്ന് പറഞ്ഞാൽ ശരിക്കും സ്മെല്ല് ചെയ്യണം ആദ്യമേ. ആ കുങ്കുമപ്പൂവിൻ്റെയൊക്കെ ഫ്ലേവർ ഉണ്ട് കേട്ടോ, നല്ല ഒരു ഫ്ലേവർ ഉണ്ട്. ഇത് കണ്ടോ, ആ റൈസ് കണ്ടോ നല്ല വീഴുന്നുണ്ട്. ഒരു ചോറെ തുടരുത്. അതാണ് ശരിക്കും ദമ്മ് ചെയ്താൽ എപ്പോഴും ശരിയാകാറില്ല. എല്ലാവരുടെയും ഒട്ടിപ്പിടിക്കാറുണ്ട്, എല്ലാം ഉണ്ട്, വേകാറില്ല. ഇത് ശരിക്കും നല്ല ഒരു ഇത് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ മസാല ഏറ്റവും അടിയിലാണ്. ഓക്കെ മസാല വന്നിട്ടുണ്ട്. അപ്പം മസാല സൈഡിലോട്ട് വിളമ്പം. ഇപ്പം നമ്മുടെ കൊച്ചു വേണം ആദ്യം. അവൻ ഇതുണ്ടാക്കാൻ തുടങ്ങിയ പോലെ ഇത് റിയൽ ഒട്ടകമാണോ എന്ന് അവനൊരു സംശയം ഉണ്ടായിരുന്നു. അവനെ പിന്നെ അവിടുത്തെ മേടിക്കുന്ന വീഡിയോ കാണിച്ച് കൊടുത്തപ്പോഴാണ് അവൻ്റെ സംശയം തീർന്നല്ലേ അല്ലേ സിദ്ധുക്കുട്ടാ? അപ്പോൾ ആദ്യം ടേസ്റ്റ് ചെയ്യാൻ പോകും നമ്മുടെ സിദ്ധുക്കുട്ടനാണ് കേട്ടോ. അവന് ഒട്ടകമാണോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നേ. അവൻ പറഞ്ഞ് ഷൈജു വെച്ചാൽ ഇത് ബീഫാന്ന് പറഞ്ഞ്. പിന്നെ അവനെ ഇത് മേടിക്കുന്ന വീഡിയോ അവിടെ മുതലുള്ള വീഡിയോ കാണിച്ചപ്പോഴാണ് അവൻ സമ്മതിച്ചത്. മോനൊന്ന് കഴിച്ചിട്ട് നോക്കി എങ്ങനെയുണ്ടെന്ന് നോക്കി. അപ്പോൾ അതെ സിദ്ധുക്കുട്ടൻ ടേസ്റ്റ് ചെയ്യാൻ പോവാണേ. സിദ്ധുമോനെ ആദ്യം ആ ഇറച്ചി എടുത്തുനിന്ന് കഴിച്ചേ, എങ്ങനെയുണ്ടെന്ന് നോക്കിയേ. ചെറിയൊരു പീസ് എടുത്ത് കഴിച്ചേ, നന്നായിട്ടൊന്ന്. അതല്ലേ ബീഫിൻ്റെ ടേസ്റ്റ് വല്ലതും ഉണ്ടോ? ഇല്ല. മട്ടൻ്റെയോ? ഒന്നുമില്ല. നല്ല ഫ്ലേവറാണ്. നല്ല ഇഷ്ടപ്പെട്ടോ? ഒരു പീസ് കൂടെ ഒന്ന് ഇച്ചിരി റൈസും ഈ മസാലയും കൂടെ എടുത്തൊന്ന് കഴിച്ചേ. ഞങ്ങളുടെ ബിരിയാണി ഇഷ്ടപ്പെട്ടോ? റൈസ് അല്ലേ അടിപൊളിയല്ലേ? ഓക്കെ, ഇനിയിപ്പം ബൈജുവിന് കൊടുക്കാവേ, അനീച്ചാർക്ക് കൊടുക്കാം. ഇച്ചിരി മസാലയും കൂടെ വെക്കാവേ. കഴിച്ചിട്ട് എങ്ങനെ നോക്കണം. ഓക്കെ ചൂടാ, നല്ല ദമ്മി കിടന്ന നല്ല അല്ലേ. എങ്ങനെയുണ്ട്? സൂപ്പറാണോ? ഇതിനെ ഒന്ന് കഴിച്ച് നോക്കാം എന്നിട്ടേ. ഓക്കെ നോക്കട്ടെ. നല്ല ചൂടാണേ. ഭാഗം നിറയെ തന്നിട്ടുണ്ട് കേട്ടോ. സ്നേഹം കൂടിയാണ്. അതെ, വേറൊരു പ്രത്യേക ടേസ്റ്റ്. അവനെ ഈ കട്ടിയുണ്ട് ഇറച്ചിക്ക് അല്ലേ, നല്ല ടേസ്റ്റ് കേട്ടോ. സത്യം പറഞ്ഞാൽ എല്ലാവരും പറഞ്ഞാൽ ഈ ഒട്ടകത്തിൻ്റെ ഇറച്ചി എന്ന് പറയുമ്പോൾ ഭയങ്കര നാരുള്ള ഇറച്ചിയാണ്, പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. പക്ഷേ നിങ്ങൾ വീഡിയോക്കകത്ത് കണ്ടു കാണാം, നമ്മൾ മേടിച്ചപ്പം അതിൻ്റെ കൂട്ടത്തിൽ അതിൻ്റെ നെയ്യും കാര്യങ്ങളൊക്കെ ഇട്ടായിരുന്നു. അതുകൊണ്ട് നല്ലൊരു ഫ്ലേവറുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. വെറൈറ്റിയാണ്. ശ്രീകുട്ടാ എങ്ങനെയുണ്ട്? ഇതേണ്ട ഗൗരിയുടെ ഒരു കൂട്ടുകാരി എന്ന് പറഞ്ഞാൽ കൊച്ചിലെ മുതൽ സ്കൂൾ കാലം മുതൽ കൂട്ടത്തിലുണ്ടായിരുന്നൊരു കൂട്ടുകാരി ജിസയുണ്ട്. ജിസ മോളെ എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? എങ്ങനെയുണ്ട് പിന്നെ? അപ്പം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ആദ്യം ഇതാ എൻ്റെ ഇറച്ചി എടുത്ത്
നല്ല ഇതുണ്ട് പഞ്ഞി പോലെ വന്നിട്ടുണ്ട് കേട്ടോ. സാധാരണ കട്ടിയാണ്, വെന്ത് കഴിഞ്ഞാലും കട്ടിയാകുന്നുണ്ട്. നല്ല പഞ്ഞി പോലെ വന്നിട്ടുണ്ട്. ചെറു റൈസും നമ്മുടെ ഒട്ടകവും കൂടെ. വ്യത്യസ്തമായ ഒരു ടേസ്റ്റ് ഉണ്ട്. പക്ഷേ ഒരുപാട് വലിയ ടേസ്റ്റ് എന്ന് പറയാൻ ഒരു സംഭവമല്ല. ഇച്ചിരി കട്ടിയുള്ള ഇറച്ചിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വലിയൊരു ഓവർ ഫ്ലേവർ നമ്മുടെ ആടിൻ്റെ ഒക്കെ ഏകദേശം വരുന്നത്. പിന്നെ നമ്മൾ ആ കൊഴുപ്പൊക്കെ ഇട്ടുകൊണ്ട് അതിനൊരു ജ്യൂസി ആയിട്ടുള്ള ഒരു ഫീലൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാലും ഉള്ള ഒരു വെറൈറ്റി ഇറച്ചി. നമ്മൾ മാനിറച്ചിയൊക്കെ കഴിച്ചാൽ മാനിറച്ചി, മുതലേ ഇറച്ചി ഇതെല്ലാം കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് അതിനേക്കാളൊക്കെ വ്യത്യസ്തമായിട്ട് ഇച്ചിരി നാര് കൂടുതലാണ് കേട്ടോ. കണ്ടില്ലേ, നല്ല ഒരു ഇതാണ്. അപ്പം ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോകളായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.